ശക്തിനിയേ നാഥാന്തി ഏയുള്ള മകൾ ശക്തിനിയേ അൻപോടുതേ അന്തോറും നാടത്തുന്ന പൊന്നേ എന്റെ പൊന്നേ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു നിമിഷം കൂടെ തിരുമുഖത്തേക്ക് നോക്കുന്ന തിരു സാന്നിധ്യത്താൽ അവിടുന്ന് ഭവനത്തെ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി ദാസരെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ ജീവിതത്തിൽ കടക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മണവാട്ടിയെ നിന്റെ സന്നിധിയെ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെ പ്രാപ്തയാക്കണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടായി കൊടുത്ത ദാസനെ കൂട്ടായി കൊടുക്കാൻ തക്കവണ്ണം അവിടെ നിശ്ചയിച്ചിരിക്കുന്ന മണവാളിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യമുള്ള ദമ്പതികളായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. ഇവിടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാവിധമായ നന്മകളും ദൈവമേ അളവില്ലാതെ അവിടുന്ന് ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനെ ആശ്രയിച്ച് ജീവിപ്പാൻ നിങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, യാത്രയിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. ആപത്തനർത്ഥങ്ങളൊക്കെ അവിടുന്ന് ഒരുവിക്കണമേ. ദൈവമായ കർത്താവെ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും ഏറെ അനുഗ്രഹപ്രദമായി പൂർത്തീകരിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. എല്ലാ നന്മകളും എല്ലാ വാഴ്ചകളും അവിടുന്ന് ചൊരിയണമേ. ദൈവമായ കർത്താവെ, ദൂരെയും ജാരയുമായിട്ട് പാർക്കുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അവിടുന്ന് ചൊരിയണമേ. കർത്താവെ, കാനാവിലെ കല്യാണ ഭവനത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി അവിടെ കുറവുകളെയൊക്കെ നീക്കി അവരെ നിറവുള്ളവരാക്കി തീർത്ത പ്രകാരം കർത്താവെ, ഈ വിവാഹ സർക്കാരാധികാരികളിലും ദൈവമായ കർത്താവെ, വിശുദ്ധ ഉദാശയിലും തിരുസാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഉചിതമായും ചന്തമായും എല്ലാം ക്രമീകരിക്കപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. അടിയങ്ങളുടെ കുറവുകളെ ഓർക്കരുതേ, കൃപയാൽ നിറയ്ക്കണമേ. വാങ്ങിപ്പോയിരിക്കുന്ന എമ്പങ്ങളുടെ വറുദീസയിൽ അവിടുന്ന് ചേർക്കണമേ. ഞങ്ങളോ അവരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമായത് ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ഭവനത്തോടും ഭവനവാസികളോടും പുതിയ യുഗത്തിലേക്ക് കടക്കുവാൻ ആയി ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട മണവാട്ടിയോടും അവർക്ക് വേണ്ടി ക്രമീകരിച്ച മണവാളിനോടും നടക്കുവാൻ എല്ലാ കാര്യങ്ങളോടും എപ്പോഴും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമാറാകും. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി
നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം അരികിൽ വന്നു ഉള്ളം തരളിതമായി കാതിൽ തിരുമൊഴി കേട്ടു നീയൻ പൈതലല്ലേ ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു നാവിൽ എന്നീശോതൻ നാമം കാതിൽ എന്നീശോതൻ നാദം മഹിയും മഹിതാശകളും എന്നെ പുൽകിടുമ്പോൾ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ എൻഹിതമല്ല തിരുഹിതമെന്നിൽ എന്നെന്നും നിറവേറണം നാവിൽ എന്നീശോതൻ നാമം കാതിൽ എന്നീശോതൻ നാദം കണ്ണിൽ ഈശോതൻ രൂപം നെഞ്ചിൽ ഈശോതൻ സ്നേഹം മനസ്സു നിറയെ നന്ദി മാത്രം. നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഒരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ സമാധാനം
ഇപ്പോൾ ഞങ്ങളുടെ നല്ല സമയത്ത് നമ്മുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെ നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കഴിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടിയെ ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെ പ്രാതിനിധ്യത്തിനെ പ്രസാദിപ്പിക്കുന്നവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ നിങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവാദമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സവന്മാരുടെ ഗണത്തിലും നിനക്ക് സ്തോത്രവും കരേറ്റുമാറാകണമേ. ബഹുല നിന്റെ കൃപയപ്രകാരം ഞങ്ങളോട് എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നിരീകരിക്കപ്പെടുകയും ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാലും ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ശുഭ്രതയുള്ള സന്തോഷിക്കുന്നു. എന്റെ പാപങ്ങൾ ദുർമുഖം ധരിച്ചാൽ എന്റെ അതിക്രമങ്ങളെ ഒക്കെയും മായ്ച്ചു കളയണമേ. അതോ നിന്റെ ആനന്ദവും രക്ഷയും അനുഗ്രഹത്തിന് ചുമരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അതിന്റെ വഴി പഠിപ്പിക്കും പാപികളിലേക്ക് തിരികെയും ചെയ്യും. ഇഷ്ടപ്പെട്ടില്ല, ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം ഉറങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. അതുപോൽ
ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും പോകാത്ത നല്ല ഉന്നതിയും ഇടപെടാതെ അവിടത്തേക്ക് കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്നെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനെ സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീകന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോവാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസന കൊണ്ട് ദൈവമോട് അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ഏകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിനെ മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിനെ നൽകിയ അനുഗ്രഹത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹന്മാർ മൂലക്രമമായി അതിനെ നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനരായ ദാസരാകുന്ന ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും
ശാപമായിരുന്നത് അതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഇവിടെ പുത്രനായ മണവാളനും പുത്രയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറമുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇവിടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇടത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മാലാഖമാരും ഇടപെടാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേദനമുമ്പാകെ സംഘടിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വന്തമാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. വപുല സ്വഭാവങ്ങൾ നീ ദൈവത്തിൽ നിന്ന് കടങ്ങളുടെ പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. ശ്രീമാനിവരെ ആഹ്വാനം മരണം ശ്രീമോനി സുവിശേഷം ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിക്കേ ഭാരതമാ. Bola bola barol rohoka കൈവെളിയില്ല ലോകത്തിൻ അവസാനത്തിൽ പാരും വാഴുവഴിഞ്ഞാലും വാഴും നീയാമത്തിൽ താതാത്മ്യസവിമയാത്മാവിൻ ഏകം പാർക്കാൻ നിന്നോടോ ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ വഖുൽ സുബ്ഹാനഹു തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ ശിശുഭായുടെ
കരുണയോടെ നിന്നിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോചനത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ ഈ വലത്തെ ആയുഷ്കാലം മുഴുവൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭാവായ ശുശ്രൂഷകാരുടെ നിങ്ങളുടെ പൂർണ്ണമായ വളർത്തുകളിൽ അദൃശ്യമായും വിലയൊക്കെ നീട്ടപ്പെടുകയും വിശുദ്ധാസ്ലികന്മാരിൽ നിന്നപോലെ ആചാരന്മാരുടെയിൽ നിന്ന് നിന്റെ വിവാഹത്തിനായുള്ള ഈ മോചനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തിന് തന്റെ മെശിഹാ പോലും പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാവുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറെ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് മുതിർക്കുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്നും നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാൻ സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിച്ചുകൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് നിന്റെ സന്നിധിയിൽ നിന്നും നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യ കാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസം ഇവരിൽ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും ഇതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുദ്ധനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഓശോ മഖ്ബൂൽ സുബ്ഹാനഹു. അത്യുന്നതരുടെ മണവാട്ടി
നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 40, 100 പേരിട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീമ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. എല്ലാവർക്കും വിശ്വസിക്കാം. വിവാഹ നിശ്ചയത്തിൻ്റെതായ മോതിരപാടിന്റെ ശുശ്രൂഷ സമാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ മണവാട്ടിക്കും ആശംസകൾ പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വി.ടി. തോമസ് അച്ഛൻ സന്ദേശം നൽകും. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ബഹുമാന്യനായ നിങ്ങളുടെ വികാരീച്ഛൻ, കുടുംബജീവിതം ആരംഭിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, അതിൽ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ സംബന്ധിക്കുന്ന ഏവരും ഇത്ര സന്തോഷത്തിൻ്റെ ഒരു അവസരമാണ്. എന്തെല്ലാം ചിന്തകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രത്യാശകളും കൊണ്ടാണ് ഈ മോനും ഈ മോളും ജീവിതം ആരംഭിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. ഈ ലോകത്തിൻ്റെ സന്തോഷം, സമാധാനം എന്ന് പറയുന്നത് കുടുംബങ്ങളല്ലേ? കുടുംബത്തിൻ്റെ പ്രകാശമല്ലേ ലോകത്തെ പ്രകാശിപ്പിക്കേണ്ടത്? അങ്ങനെയുള്ള കൊടാനു കുടുംബങ്ങളോടൊപ്പം ഇന്ന് ഉളനാട് സെന്റ് ജോൺസ് വലിയ പള്ളിയിൽ വെച്ച് ദൈവം ഇവരെ കുടുംബത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഒരു പുതിയ കുടുംബത്തിൻ്റെ ഉദ്ഘാടനം. ഇവരിൽ നിന്ന് ഇവർക്ക് മക്കളുണ്ടാകും. ദൈവം സഹായിച്ചാൽ അവർക്ക് മക്കളുണ്ടാകും, അവർക്ക് മക്കളുണ്ടാകും. തലമുറക്ക് അങ്ങോട്ടുള്ളതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. ഈ സന്തോഷ സന്ദർഭത്തിൽ ഒരു ചില പ്രായമുള്ള ഒരു ഓർത്തഡോക്സ് സഭയിൽ വൈകിയ നിലയിൽ എനിക്ക് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുവാനുള്ളത്, ഈ കേറ്ററിംഗുകാരോട് ബുക്ക് ചെയ്യുന്ന സംഖ്യയുടെ പകുതി ആളുകളെങ്കിലും, മനസ്സിലാകാൻ പറഞ്ഞത്, കേറ്ററിംഗുകാർക്ക് ഭക്ഷണത്തിന് ബുക്ക് ചെയ്യുന്ന എണ്ണത്തിൻ്റെ പകുതി ആളുകളെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് ഈ പള്ളിയിൽ കാണേണ്ടതല്ലേ? പലരും വന്ന് പള്ളിക്കൽ നിൽക്കും, മനോഹരമായ പള്ളിയുടെ സെക്യൂരിറ്റി ആയിട്ട് നോക്കി നിൽക്കുക. ഇപ്പോൾ വീഴുമോ, ഇപ്പോഴേ പള്ളി താഴെ പോകുമോ, അവിടെ നിന്ന് വിശ്വസിച്ച് നാട്ടുകാര്യങ്ങൾ ലോകാര്യങ്ങളെല്ലാം പറയുന്ന ഒരു അനുഭവത്തിലല്ലേ? നമ്മുടെ കുഴപ്പം കൊണ്ടല്ലേ കുടുംബങ്ങളൊക്കെ ശിഥിലമായി പോകുന്നത്? അടിമയല്ല ഭാര്യ, അടിമയല്ല. ശ്രദ്ധയോടെ കേൾക്കണം. ഭാര്യ അടിമയല്ല. സ്വാതന്ത്ര്യമൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂടെ എൻ്റെ അടിമയാടി എന്നുള്ള ചിന്തയൊക്കെ കളയാം. അടിമയല്ല. അടുക്കള ഭാര്യയുടെ മാത്രമല്ല. നമുക്ക് ഒന്നിച്ച ഭക്ഷണം കഴിക്കുന്നത് ഒരു പോയിന്റ് മാത്രമേ പറയുന്നു, ബാക്കി എല്ലാം ഉണ്ടല്ലോ. അടുക്കള ഭാര്യയുടെ മാത്രമല്ല, അടുക്കള ജോലി ഭർത്താവിനും ആവുന്നത് സഹായിക്കും. ഒന്നിച്ചാ ഭക്ഷിക്കുന്നു. ആ ഭക്ഷണത്തിൻ്റെ അല്പമൊക്കെ ഒരു ബുദ്ധിമുട്ട് ഭർത്താവും ആസ്വദിക്കും. അത് പഠിച്ചിരിക്കണമല്ലോ. ഒറ്റയ്ക്കൊന്ന് ജീവിക്കേണ്ടി വന്നാൽ ഈ പാചകം അറിഞ്ഞിരിക്കണമല്ലോ. പാചകത്തിനും സഹായിക്കാം. എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് തൻ്റെ സ്വന്തം ഇഷ്ടമല്ല, കൂട്ടമായ ഇഷ്ടം, രണ്ടുപേരുടെ ഒന്നിച്ചുള്ള ഇഷ്ടം ഒരുമിച്ച് കൊണ്ടുപോയി സ്നേഹത്തോടെ ജീവിച്ചു. ഞാൻ ആദ്യം ഓർപ്പിച്ച, ആമുഖത്തിൽ ഓർപ്പിച്ച ഈ പ്രകാശം, സന്തോഷം ഈ ദേശത്തിനും ഈ ഇടവകയ്ക്കും, കടമ്പനാട് ഇടവകയ്ക്കും മുളക്കെട്ടിച്ച് ഉളനാട് പള്ളിയിലാകട്ടിരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുന്നു. അതാ കടമ്പാട് പള്ളിക്കും സന്തോഷമാണ്, ഈ ഉളനാട് പള്ളിക്കും സന്തോഷമാണ്. ആ സന്തോഷം അനുഭവിക്കാൻ തക്കൊണ്ട് ഇവിടെയാകട്ടെ. ഈ മക്കൾക്ക് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും എല്ലാവരുടെയും അറിയിക്കുന്നു. എല്ലാവർക്കും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാർത്ത കർത്താവേ, അനശ്വരമായ വിരുന്നനും അടിവില്ലാത്ത മണവറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവിടെ കൂട്ടത്തിലൂടെ നിന്നുകൊണ്ട് നിങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. വശോ വകുല സുബാലവൽ
ദൈവം വാഴ്ത്തിയ ദൈവം വാഴ്ത്തിയ ദൈവം വാഴ്ത്തിയ ദൈവം യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ബന്ധിതരായിരിക്കുന്ന ഈ ദാസനെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യ കൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. മോശോ വബുഖുൽ സുബാൻ ലവൽമീ. ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തിൽ പ്രീതിപ്പെടുന്നവരുമായി തീരണം. ദൈവമായ കർത്താവ്, വിശ്വാസികളായി ഞങ്ങളെ വാങ്ങിപ്പോരെ ആസ്വദിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണം. നീ ഉത്തമനും മനുഷ്യപ്രീതി ഉള്ളവരുമാകുന്നു. നിനക്ക് പിതാവിനും വിശുദ്ധമായി സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ദൈവത്തിൽ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടിലോ എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. മധുവസിക്കുന്നു
പട്ടണത്തിൽ കല്യാണികൃതനായി ക്ഷണിക്കപ്പെടുകയും വള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്ത്രീയുടെയും സാക്ഷാൽ സത്യമണവാളനമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തിളകൊണ്ടിച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗതധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും കൃപയും നിറഞ്ഞതായ നിന്റെ വലതുകൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയുള്ളതായ സകല വിശുദ്ധന്മാർക്കും വാഗ്ദാനത്തിലുള്ള വിനന്ദന് ഞങ്ങളെ ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളെ ഇവരും നിന്റെ വലത്തുഭാഗത്ത് കൊണ്ടാൽ നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ ബബുകുല സുബാനങ്ങൾ നീ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവ്വത്തിനു വേണ്ടി പിതാവാം ദൈവത്തെ സ്തുതിക്കുകയും മനുഷ്യനായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുന്നു. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും എന്തെന്നാൽ മഷിയ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മഷിയായി കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരിൽ മഷിയാകത്ത് സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി അത് അവളെ കറയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കേണ്ടത് അവൾ കളങ്കരിക്കുന്നയും പരിശുദ്ധയുമായി തീരുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാണ്. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ല. പിന്നെയോ മഷിക സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ ഘോഷിപ്പിക്കുന്നവനും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചെയ്യുന്നു. അവർ ഇരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യുന്നു. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മഷിലായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ
സ്വന്തം ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്തു മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും എന്നാൽ നീതിയാവും. നിനക്ക് നന്മ വരുവാൻ നീ ഭൂമിയിൽ ദീർഘായുസുള്ളവരായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാക്യത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാവുന്നു. ആഹാരം ഭാഗ്യപ്പെടുമോ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ പിതാവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുവാനാകട്ടെ. Evangelion Gadishon Moranishum Shiho Olosoho Mahionizo and Matai Shliho Maghersono the Magres High Ufurkono Le Olmo ഒന്നാലും പരിപാലിക്കുന്നതുമായ വാഴ്ത്തപ്പെടുന്നവനാകുന്നു നമ്മുടെ രക്ഷിതാവിന്റെ സ്തുതികളും എല്ലാവരുടെ മേൽ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. Sanoho Kildam Nabarono Set Moran Balohan Horuko Dilanishum Shiho Melsod Haidalo Hodes Basa Nusulto Kadisto Mariam Holenden Hokano അങ്ങനെ വിശ്വസിച്ചങ്ങളെ ഏറ്റുപറയുന്നു. യേശുദമ്പുരാൻ ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാൻ മറുകരയിൽ യഹൂദന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാരെടുത്തു എന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. നാമത്തിൽ ഈ കിരീടങ്ങളിൽ വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാകപ്പെട്ടിരിക്കുന്നു. We
അണിയിക്കും മകുടം രമ്യം അക്ഷയമായ അലങ്കാരങ്ങളാണ് ശത്രുവിന്റെ സർവശക്തിക്കും എതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിയിക്കും മകുടം രമ്യം അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങൾ കർത്താവ് തന്നെ ധരിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും സ്തുതികളേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുക നിനക്കിടയാകുകയും ചെയ്യട്ടെ. അതിപ്പോൾ എപ്പോൾ എന്നേക്കും തന്നെ. ശ്രീ
മനുഷ്യജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുഖിയായ മഷിഹ യഥാർത്ഥമാനന്റെ മണവാളത്തിനാൽ നിങ്ങളുടെ മണവാളത്തിന് മുദ്രയിടട്ട. മഷിഹാദിന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ളവർക്ക് വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തോടും നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽക്കരസ്വായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. പൂർണ്ണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. ഇബ്രാഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പരികെ ഭൂമിയിൽ നിറയുകയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യൗസേപ്പ് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപികളെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കടലിനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വരാജ്യം പ്രാർത്ഥന കേട്ടാത്മാക്കളിലും നാമം ചൊല്ലി ദമ്പതികൾ വരമേകേണം ഏതോ ലോകത്തിവരുടെ കാലം ശുഭമാവേണം. സ്തുതി പാടാൻ കിന്നരവേദി സ്തോത്രം ചെയ്യുവാൻ ഇവരുടെ വായ്കളെ വാഴ്ത്തിടേണം.
വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുകയെന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുൻപാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യാമറിയാമിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വലതുകരം എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പന നിങ്ങൾക്കെല്ലാവർക്കുമായിട്ട് ആകുന്നു എന്നാകുന്നു. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കും. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തോന്നും. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യും. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകും. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർദ്ധിക്കും. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകും. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകും. ഭാര്യയെ ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാണ്. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കും. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചിരിക്കുന്ന കർത്താവിനാ നിങ്ങളിൽ ഒരു അനുഗ്രഹീതരാകും. വിശുദ്ധമായ വിവാഹോദാശികളോട് ഒന്നായി ചേർന്നിരിക്കുന്ന മക്കളെയും വന്ന് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം നമ്പുരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വാങ്ങിപ്പോയവർക്കും പാപപരിഹാരം നൽകുമാറാകട്ടെ. പിതൃപുത്ര പരിശുദ്ധ റൂഹായാം ദൈവമേ, ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നത സിംഹാസന സന്നദ്ധിയിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കുമാറാകണമേ. ദൈവമേ, അവിടുത്തെ സ്നേഹവും ഏകജാതനാം പുത്രനെ അവിടുത്തെ കൃപയും പരിശുദ്ധ റൂഹായ ദൈവമേ സംബന്ധവും ആവാസവും ബലഹീനരായ ഞങ്ങൾ എല്ലാവരുടെ മേലും കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളുടെ മേലും ഈ അഭിഷിക്തരായ പുരോഹിതന്മാരുടെ മേലും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
When the night has come and the land is dark and the moon is the only light we'll see. No, I won't be afraid. No, I won't be afraid. Just as long as you stand by me. So darling, darling, stand. നദിയാണു നീ കിനാതടമായി ഞാൻ കരേറിയ മാത്രയിൽ മോഹം പൂത്തതോ നിശാശലഭങ്ങളായി പ്രഭാകിരണങ്ങളായി ഒരേ സഹയാത്രയിൽ പുൽകും കാലമായി പാരിജാതമാരി പോലെയാകെ സൗരഭം ആദിമേത്തലോടലായ നിന്റെ സാന്ത്വനം മായിക
സ്തുതിക്കുന്നു തമ്പുരാനെ. അനുഗ്രഹിച്ചു നല്ല ദിവസത്തിനായ സ്തോത്രം കർത്താവെ. ഈ മധ്യാഹ്നം കഴിഞ്ഞ സമൂഹത്തിനായ സ്തോത്രം കർത്താവെ. ദൂരെയും ചാരയിൽ നിന്ന് കർത്താവെ ഇന്ന് ഈ ഭവനത്തിൽ ഇപ്പോൾ കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം മുന്നമേ തമ്പുരാനെ അറിഞ്ഞിരിക്കുന്നതിന് വിശ്വസിക്കുന്നു. പരിശുദ്ധ പിതാവെ, ഇന്ന് കർത്താവെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതായ ജോവിൻ മോനെയും ശിവയെയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ കുഞ്ഞുങ്ങളുടെ പുതിയൊരു ജീവിതത്തിലേക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. വിവാഹം എന്ന കൂട്ടായ്മയിലൂടെ കർത്താവെ ഇവരെ രണ്ടെല്ലാം ഒന്നായി കർത്താവെ യോജിപ്പിച്ചിരിക്കുന്ന പുണ്യതമ്പുരാന് സ്തോത്രം. ഇതുവരെയുള്ള ഈ വിവാഹത്തിന്റെ ചടങ്ങിനായിട്ട് തമ്പുരാനെ ആദ്യോടന്തം ഇന്നുവരെയും നീ കാത്തുവരെ വലിച്ച എല്ലാ ക്രമീകരണങ്ങൾക്കായി നന്ദിയോട്. വ്യത്യസ്തമായ രണ്ട് ജീവിത രീതിയിൽ രണ്ട് ഭവനങ്ങളിൽ വളർന്ന കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുകയാണ് കർത്താവെ. പലപ്പോഴും പല ആശയക്കുഴപ്പങ്ങൾ, ജീവിത ശൈലിയിലുള്ള വ്യത്യാസങ്ങൾ, സംസാര രീതിയിൽ എല്ലാ തരത്തിലും കുറച്ചൊക്കെയും കുറവുകളും കുറ്റങ്ങളും ഒക്കെയും വരാം. എന്നാൽ പരസ്പരം മനസ്സിലാക്കുവാനും ക്ഷമിക്കുവാനും തിരുത്തുവാനും സ്നേഹിക്കുവാനും കരുതുവാനും എല്ലാത്തിനുള്ള നല്ല മനസ്സിനെ കർത്താവെ ഇപ്പോൾ തന്നെ ഈ മക്കളുടെ മേൽ അവിടുന്ന് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പരസ്പരം കർത്താവെ അവർ സ്നേഹിക്കുവാനും രണ്ട് കുടുംബാംഗങ്ങൾ, രണ്ട് വ്യക്തികളല്ല തമ്പുരാനെ, രണ്ട് കുടുംബങ്ങൾ തങ്ങളിലാണ് ഈ ബന്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്നും അന്ത്യത്തോളം തമ്പുരാനിന്റെ സാന്നിധ്യയുടെ മധ്യത്തിലുണ്ടായിരിക്കണം കർത്താവെ. ആദ്യോടന്തം നടത്തി തന്ന കർത്താവിന് സ്തോത്രം. കാനാവിലെ കല്യാണം വരുമ്പോൾ തമ്പുരാന്റെ സാന്നിധ്യം അവിടെ നിറഞ്ഞൊന്നും ഇതുവരെയും അനുകൂലമായി നടത്തിയെല്ലാം നന്മയ്ക്കുമാണ്. നിങ്ങൾ മടങ്ങിപ്പോകുന്ന പിതാവെ, ഭവനത്തെ സമർപ്പിച്ചിരുന്നു, മാതാപിതാക്കളെ സമർപ്പിച്ചിരുന്നു കർത്താവെ. അടിമയെയും ദിവ്യറിനെ സമർപ്പിക്കുന്നു. യാത്രയിൽ കൂടെ ഇരുന്നാട്ട് പിതാവെ അനുകൂലമായി കർത്താവെ. കാലവർഷത്തിന്റെ സമയമാകുന്നു, തമ്പുരാന്റെ ഇഷ്ടമാണെങ്കിൽ സുരക്ഷിതമായി എല്ലാവരെയും ഭവനങ്ങളിൽ കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന് പുണ്യമ്പുരാൻ നന്ദിയോട് സ്തോത്രം സ്തോത്രം. പ്ലീസ് ഗോഡ്, താങ്ക് യു ഗോഡ്. എല്ലാത്തിനും നന്ദി പറയുന്നു കർത്താവെ. ഇവരെ നടത്തിയ കർത്താവ് ഇനിയും ഉടേക്ക് വിശ്വസിക്കുന്നു. പിരിയാത്തനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടുകൂടി യാചിക്കുന്ന തമ്പുരാനെ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം തമ്പുരാനെ. മറുപടിക്കായി കാത്തിരിക്കുന്ന പിതാവെ, സകലമാനവും മുഖത്തും തമ്പുരാന്റെ ദൃക്കളി സമർപ്പിക്കുന്നു. കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. पहले भी मैं तुमसे मिला हूँ, पहली दफा ही मिलके लगा। तूने छुआ जख्म को मेरे, मरहम मरहम दिल पे लगा।
से भी गया जरा